നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പൂനെയിലെ വസതിയിൽ വെച്ച് രാത്രിയായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി അദ്ദേഹം സമർപ്പിച്ച വിപ്ലവകരമായ റിപ്പോർട്ടിലൂടെയാണ് മാധവ് ഗാഡ്ഗിൽ കേരളീയർക്ക് പ്രിയങ്കരനായത്. വിജയ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ജനനായകൻ റിലീസ് മാറ്റിവെച്ചു. നാളെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം എത്തുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ചിത്രത്തിന് സെൻസർ ബോർഡ് ഇതുവരെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ചിത്രത്തിലെ ചില ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. പുതിയ റിലീസ് തീയതി നിർമ്മാതാക്കൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് അറിയിപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. പാസ്പോർട്ട് വെരിഫിക്കേഷനായി എത്തിയ യുവതിയോട് മോശമായി പെരുമാറുകയും കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ CPO വിജീഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറുടേതാണ് നടപടി. മുമ്പ് വിജീഷിനെതിരെ സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നിട്ടുള്ളതായി വിവരമുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിന് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ദീർഘദൂര രാത്രിയാത്രകൾ സുഗമമാക്കുന്നതിനായി റെയിൽവേ പുറത്തിറക്കുന്ന ആദ്യഘട്ട ട്രെയിനുകളിൽ 2 എണ്ണമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരം ബംഗളൂരു, തിരുവനന്തപുരം ചെന്നൈ എന്നീ റൂട്ടുകളിലേക്കാണ് ട്രെയിൻ അനുവദിച്ചത്. ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഈ മാസം പരീക്ഷണ ഓട്ടം ആരംഭിക്കും. 2026 ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഹരിയാനയിലെ ജിന്ദ് സോണിപത് റൂട്ടിലാണ് ആദ്യ സർവീസ്. ഡീസലിന് പകരം ഹൈഡ്രജൻ ഇന്ധനമാക്കിയാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. പുകയ്ക്ക് പകരം നീരാവിയും വെള്ളവും മാത്രമാണ് പുറന്തള്ളുക എന്നത് ഇതിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രീൻ എനർജി ട്രെയിനാക്കി മാറ്റുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.